അർഹതപ്പെട്ടത് അർഹമായതിന് വകവെച്ചു കൊടുക്കുക, അതാണ് ദീന്. ഖാലു, സ്വഹാബാക്കൾ ചോദിച്ചു, ലിമൻ യാ റസൂലല്ലാഹ്, ആർക്ക് അർഹതപ്പെട്ടത് എന്നാണ് നബിയെ തങ്ങൾ ഉദ്ദേശിച്ചത്? ആർക്ക് അർഹതപ്പെട്ടതാണ്? ലില്ലാഹി, അള്ളാഹുവിന് അർഹതപ്പെട്ടത് അള്ളാഹ്ക്ക് വകവെച്ചു കൊടുക്കുക. വലി റസൂലിഹി, അള്ളാഹിന്റെ റസൂലിന് അർഹതപ്പെട്ടത് നബിതങ്ങൾക്ക് വകവെച്ചു കൊടുക്കുക. വലി കിതാബിഹി, കിതാബിന് അർഹതപ്പെട്ടത് അതിന് വകവെച്ചു കൊടുക്കുക. വലി അഇമ്മത്തിൽ മുസ്ലിമീന വഅമ്മത്തിഹിം, കണ്ടോ, മുസ്ലിം ഭരണാധികാരികൾക്ക് അർഹതപ്പെട്ടത് അവർക്ക് വകവെച്ചു കൊടുക്കുക. നാട്ടിലെ സാധാരണക്കാരൻ അവർക്ക് അർഹതപ്പെട്ടത്, അഥവാ ഓരോന്നിനും അർഹമായത് വകവെച്ചു കൊടുക്കാനുള്ള ഒരു മാനസിക തയ്യാറെടുപ്പ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കുക. അതുണ്ടാകണമെങ്കിൽ അഹങ്കാരമില്ലാത്ത മനസ്സ് വേണം, അഹന്തയില്ലാത്ത മനസ്സ് വേണം. ആ അഹങ്കാരവും അഹന്തയും ഇല്ലാത്ത മനസ്സ്, വിദ്വേഷവും വെറുപ്പും ഇല്ലാത്ത മനസ്സ്, പ്രതികാരമില്ലാത്ത മനസ്സ്, അപ്പോഴേ നമുക്ക് അർഹതപ്പെട്ടത് വകവെച്ചു കൊടുക്കാനുള്ള ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. ഞാൻ ഒന്നുകൂടി അതിനൊരു മലയാളം പറഞ്ഞാൽ, മാതാപിതാക്കളെ ബഹുമാനിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഗുരുനാഥന്മാരെ ആദരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭരണാധികാരികളെ അനുസരിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഭാര്യമാരെ സ്നേഹിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. കുട്ടികളോട് വാത്സല്യം കാണിക്കുക, അവർക്ക് അർഹതപ്പെട്ടതാണ്. ഓരോന്നിനും അർഹമായതുണ്ട്, അത് വകവെച്ചു കൊടുക്കണം. മനസ്സ് അതിന് പാകപ്പെടണം. ആ മനസ്സ് അതിന് പാകപ്പെടണോ? നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് സൂക്ഷിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ, ആ തൗഹീദിന്റെ കലിമ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എല്ലാറ്റിനും അർഹതപ്പെട്ടത് വകവെച്ചു കൊടുക്കാൻ സാധിക്കും. ഇല്ലെങ്കിൽ അത് മനസ്സിലില്ലാത്തപ്പോൾ, ആ അർഹമായത് വകവെച്ചു കൊടുക്കാനുള്ള മനസ്സില്ലാത്തപ്പോൾ അവർ കുട്ടികളോട് അക്രമം കാണിക്കും, അവർ വലിയവരോട് അനീതി കാണിക്കും, അവർ സ്ത്രീകളോട് പ്രതികാരം വീട്ടും. അങ്ങനെ രാജ്യത്തെ അരാജകത്വം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. തീർച്ചയായും ഭൂമിയിൽ അരാജകത്വം, മനുഷ്യ മനസ്സുകളിൽ അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും വാസനയുണ്ടായോ? മനുഷ്യ മനസ്സുകൾ വിരോധത്തിന്റെയും വിദ്വേഷത്തിന്റെയും മാറിയോ? തീർച്ചയായും അതിന്റെ കെടുതി എല്ലാ ജീവികളും അനുഭവിക്കേണ്ടി വരും. ഈ കൈനാട്ടി പട്ടണത്തിൽ ഏതെങ്കിലും ഒരു വികൃതി സഹോദരൻ അദ്ദേഹം ഒരു ബോംബുണ്ടാക്കിയിട്ട് ഈ ടൗണിൽ എറിഞ്ഞു. ആ ശക്തമായ ബോംബ് പൊട്ടിയപ്പോൾ ആ ബോംബിന്റെ കെടുതി ആരൊക്കെ അനുഭവിക്കണം? ഇവിടെ വഴിയാത്രക്കാരനായി വന്നിരിക്കുന്ന ആളുകളുണ്ട്, അവരതിന്റെ കെടുതി അനുഭവിക്കണം. ഹോസ്പിറ്റലിലേക്ക് പോകാൻ കുഞ്ഞിനെ എടുത്തു വന്നിരിക്കുന്ന ഉമ്മയും കുട്ടിയുമുണ്ട്, അവരത് അനുഭവിക്കണം. രോഗിയായി കിടക്കുന്ന അയാൾ അനുഭവിക്കണം. ഇവിടുത്തെ കച്ചവടക്കാരുണ്ട്, അവരത് അനുഭവിക്കണം. അത് അനുഭവിക്കേണ്ടതിന് ജാതിയും മതവുമില്ല. ആ ബോംബ് സ്ഫോടനത്തിന്റെ കെടുതി എല്ലാവരും, മാത്രമല്ല ഇതിലെ ഓടി നടക്കുന്ന പൂച്ച അതിന്റെ കെടുതി അനുഭവിക്കണം. ഇതിലെ ഓടി നടക്കുന്ന നായ അതിന്റെ കെടുതി അനുഭവിക്കണം. ഇവിടെ മരക്കൊമ്പിലിരിക്കുന്ന കാക്ക അതിന്റെ കെടുതി അനുഭവിക്കണം. നോക്ക് നിങ്ങൾ, അക്രമത്തിന്റെ മനസ്സുള്ളവരാൽ ഒരു ബോംബ് പൊട്ടിച്ചപ്പോൾ ആരെല്ലാം
താമസിക്കുന്നത്. അവിടുത്തെ ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ് അഡ്നോക്ക് പെട്രോളിയം കമ്പനി. ആ പെട്രോളിയം കമ്പനിയിലെ ഉത്തരവാദപ്പെട്ട ആളുകൾ വരുന്നു, കുട്ടികളെ ഇന്റർവ്യൂ ചെയ്യുന്നു. ആ കുട്ടികളെ മർക്കസിൽ നിന്ന് ആ കമ്പനി ഏറ്റെടുക്കുന്നു. ആ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇയർലി അവരുടെ യാത്രാ ടിക്കറ്റ്, അവർക്ക് താമസ സൗകര്യം, അവർക്കുള്ള ഫുഡ്, അക്കമഡേഷൻ, ഓരോ കുട്ടികൾക്കും ഇന്ത്യയുടെ 50,000, 60,000, 70,000, ഇന്ത്യയുടെ 2 ലക്ഷം രൂപ വരെ ശമ്പളം വാങ്ങുന്ന കുട്ടികൾ മർക്കസിന്റെ ചെലവിൽ പോയ കൂട്ടത്തിലുണ്ട്. അങ്ങനെ 3000 കുട്ടികൾക്ക് അവരെ മുലപ്പാൽ, അമ്മിഞ്ഞപ്പാല് കുടിച്ചുകൊണ്ട് കുഞ്ഞുങ്ങൾ ഉമ്മയുടെ കൂടെ കിടക്കുന്ന ആ സമയത്ത് അവരെ പോറ്റി വളർത്താൻ തുടങ്ങിയിട്ട് അവർക്ക് ബിരുദവും ബിരുദാനന്തര ബിരുദവും നൽകി വിദേശ രാജ്യത്തെ ഏറ്റവും ഉന്നത കമ്പനികളിൽ അവർക്ക് ജോലി വാങ്ങിക്കൊടുത്ത ഒരു നേതാവിനെ ഇന്ത്യൻ മണ്ണിന് പറയാനുണ്ടെങ്കിൽ അത് ശൈഖുന കാന്തപുരം ഉസ്താദാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നാം മനസ്സിലാക്കണം. നിങ്ങൾ അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു വിശാലത എത്രയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു സമാധാനം എത്രയാണ്, അദ്ദേഹത്തിന്റെ മനസ്സിന്റെ ഒരു സന്തോഷം എത്രയാണ്. ആ ശാന്തി സമാധാനം, ആ ശാന്തി സമാധാനം, അതാണ് ഇസ്ലാം. ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹു അംഗീകരിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് നിങ്ങൾ ഇസ്ലാമിനെ പഠിക്കുക, നിങ്ങൾ ഇസ്ലാമിനെ അടുത്തറിയുക, നിങ്ങൾ ഇസ്ലാമിനെ ഉൾക്കൊള്ളുക, നിങ്ങൾ ഇസ്ലാമിനെ സ്വീകരിക്കുക. ഇസ്ലാം അതൊരു പൊങ്ങച്ചെത്തിയത്. ഇസ്ലാം അത് മറ്റേതെങ്കിലും വിധത്തിലും, മറിച്ച് നമ്മുടെ സ്വകാര്യതയിലും നമ്മുടെ കുടുംബ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ ജീവിതത്തിലും നമ്മുടെ എല്ലാ രംഗങ്ങളിലും ഈ നട്ടുച്ച സമയത്ത് സൂര്യന്റെ വെളിച്ചത്തിലും നട്ടപ്പാതിരയുടെ കൂരിരുട്ടിലും അറിവിനും കാഴ്ചക്കും വ്യത്യാസമില്ലാത്ത ഉടമസ്ഥനാണ് അല്ലാഹ്. ആ അള്ളാഹു എന്നെ കാണുന്നു എന്ന ബോധത്തോടുകൂടെ, ആ അള്ളാഹു എന്നെ നയിക്കുന്നു എന്ന ബോധത്തോടുകൂടെ, ആ അള്ളാഹുവാണ് എന്റെ ഉടമസ്ഥൻ എന്ന ബോധത്തോടുകൂടെ ജീവിക്കുന്ന ഒരു വിശ്വാസം നമുക്കുണ്ടാകുമ്പോൾ ആ വിശ്വാസമാണ് ഇസ്ലാം എന്ന വിശ്വാസം. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ വിശ്വാസി അവൻ ഒരിക്കലും ഒരു അസൂയ വെച്ചുകൊണ്ട്, അവൻ മറ്റൊരാളെ ആക്രമിച്ചുകൊണ്ട്, മറ്റൊരാളോട് വിദ്വേഷം കാണിച്ചുകൊണ്ട് അവന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിശ്വാസവും അതും പൊരുത്തപ്പെട്ടു പോവുകയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ എന്റെ അഹ്ലുസുന്ന വൽ ജമാഅയുടെ വിശ്വാസികളോട്, ഞങ്ങളെ കേൾക്കുന്ന സുഹൃത്തുക്കളോട് ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മനുഷ്യൻ എന്ന് പറയുമ്പോൾ അതൊരു സ്നേഹമായിരിക്കണം. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അത് ആദരവായിരിക്കണം. മനുഷ്യൻ എന്ന് പറയുമ്പോൾ അനുസരണമായിരിക്കണം. മനുഷ്യൻ എന്ന് പറയുമ്പോൾ വാത്സല്യമായിരിക്കണം. അതല്ലാതെ മനുഷ്യ മനസ്സുകൾ അക്രമത്തിൻ്റെത്, തീവ്രവാദത്തിൻ്റെത്, ഭീകരവാദത്തിൻ്റെത് ആ ഒരു മനസ്സ് ഉണ്ടാകുമ്പോൾ ഒരിക്കലും നമുക്ക് സ്നേഹിക്കാൻ കഴിയില്ല, ഒരിക്കലും നമുക്ക് വാത്സല്യം ഉണ്ടാവുകയില്ല. എത്രത്തോളം എന്നറിയാമോ? മഹാനായ പ്രവാചകർ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊച്ചു കുഞ്ഞുങ്ങളെ നബിതങ്ങൾ വാരിപ്പുണർന്ന് കൊച്ചു കുഞ്ഞുങ്ങളെ ഉമ്മ വെക്കുന്നത് കണ്ടപ്പോൾ ജൂദായിസത്തിന്റെ ആളുകൾ പറഞ്ഞല്ലോ, ഓ മുഹമ്മദ്, എനിക്ക് ഒരുപാട് മക്കളുണ്ട്, ഞാൻ ഇതുവരെ ഒരു കുട്ടിയെ ചുംബിച്ചിട്ടില്ല. ആ സമയത്ത് എന്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്? അത്ഭുതത്തോടുകൂടെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഓ ഇത്രയും സ്നേഹമില്ലാത്ത മനസ്സായി പോയോ നിങ്ങളോട്? കൃപ എന്നത് മനുഷ്യ മനസ്സിൽ സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഒരു ഉൽപ്പന്നമാണ്. നമ്മുടെ മനസ്സിൽ നിന്ന് സ്വയം ഉൽപ്പാദിപ്പിക്കപ്പെടേണ്ടതാണ് കൃപ എന്ന് പറയുന്നത്. ആ കൃപയും വാത്സല്യവും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം. അയൽവാസികൾ തമ്മിൽ, കൂട്ടുകാർ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ മനുഷ്യ മനസ്സുകളെ അത് കോർത്തിണക്കുക. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, വഅഹ്സിനൂ ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. അല്ലാഹുവിന്റെ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ഇഹ്സാൻ ചെയ്യുന്നവരാവണം. അല്ലാഹു അത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. എന്താണ് ഇഹ്സാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പടച്ച റബ്ബ് നമ്മുടെ കയ്യിൽ തന്ന എന്തെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി ഉപയോഗിക്കുക. അതാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഇഹ്സാൻ എന്ന് പറയുമ്പോൾ നമുക്ക് അല്ലാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്രദമായി ഉപയോഗിക്കുക. നമ്മുടെ വീട്ടിൽ വളർത്തുന്ന പശു, ആ പശു പ്രസവിച്ചപ്പോൾ അതിന്റെ പാല്, ആ പശുവിൻ പാല് ആർക്കെല്ലാം? ഡോക്ടർക്കും രോഗിക്കും ഒരുപോലെ. ഇൻഷാ അല്ലാഹ് മഗ്‌രിബിക്ക് ശേഷം സമ്മേളനം തുടരും. നമ്മുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടേണ്ടത്, നമ്മുടെ കർമ്മങ്ങൾ സംശുദ്ധമാക്കേണ്ടത്. സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ വീടുകളിൽ വളർത്തുന്ന
രണ്ട് ജീവികളെ നമുക്ക് വേഗത്തിൽ ഉദാഹരണത്തിൽ മനസ്സിലാക്കാം. ഒരു വീട്ടിൽ പട്ടിയെ വളർത്തുന്നു, അടുത്ത വീട്ടിൽ പശുവിനെ വളർത്തുന്നു. സ്വാഭാവികമായും ഓരോ ജീവിയും അതിന്റെ ഇണചേരലിൽ വർഗത്തിന് വളർച്ചയുണ്ടാകും. പശു ഗർഭിണിയായി, പട്ടിയും ഗർഭിണിയായി. ഗർഭകാലത്ത് തന്നെ വീട്ടിലെ ഏത് കൊച്ചുകുട്ടിക്കും പശുവിനോട് അടുത്ത് പെരുമാറാം, പശുവിനെ ഒന്ന് തലോടിക്കൊടുക്കാം. അയൽ വീട്ടുകാർക്കെല്ലാം ആ പശുവിനെ വളരെ അടുത്ത് പെരുമാറാം. അതേ സമയത്ത് പശുവിന്റെയും പട്ടിയുടെയും സ്വഭാവത്തിൽ എത്രയാണ് മാറ്റം. രണ്ട് ജീവികളും പ്രസവിച്ചു. പശു പ്രസവിച്ചു നോക്കുമ്പോൾ നാട്ടുകാർക്കെല്ലാം ആനന്ദമാണ്. എന്തുകൊണ്ട്? പശുവിന്റെ പ്രസവത്തിൽ ഉടമസ്ഥനായ അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്ന ഏറ്റവും അമൂല്യമായ നിധി ആ പശുവിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. പശുവിൻ പാല്. ആ പശുവിന്റെ പാല് ആ നാട്ടിലെ ഡോക്ടർക്കും രോഗിക്കും ഔഷധമാണ്. ആ പശുവിന്റെ പാല് ആ നാട്ടിലെ ഗുരുവിനും ശിഷ്യനും ഔഷധമാണ്. ആ പശുവിന്റെ പാല് അവിടുത്തെ മുതലാളിക്കും തൊഴിലാളിക്കും ഔഷധമാണ്. ആ പശുവിന്റെ പാല് അവിടുത്തെ നമ്പൂരിക്കും നായർക്കും ജോസഫിനും കണാരനും മുഹമ്മദിനും ഒരുപോലെ അനുഗ്രഹമാണ്. ആ പശുവിന്റെ പാല് സരോജിനിക്കും സാവിത്രിക്കും ഫാത്തിമാക്കും ആമിനാക്കും ഒരുപോലെ അനുഗ്രഹമാണ്. കൂട്ടത്തിൽ ആർക്കെങ്കിലും പശുവിന്റെ പാല് അത്ര ഇഷ്ടമില്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതില്ല, അത് മോരാക്കി ഉപയോഗിക്കാം. മോരിനോടത്ര താല്പര്യമില്ലെങ്കിൽ അത് തൈരാക്കാം. അതിനോടത്ര താല്പര്യമില്ലെങ്കിൽ അത് വെണ്ണയാക്കാം. ഓർത്തു നോക്കൂ നിങ്ങൾ, ആ പശുവിന്റെ പാൽ എന്തൊരു അനുഗ്രഹമാണ്. ആ പശുവിൽ നിന്ന് പാല് കറന്നെടുക്കാൻ ആ വീട്ടിലെ കൊച്ചുകുട്ടിക്കും ചെല്ലാം അതിന്റെ പാൽപാത്രവുമായി. പാലിന്റെ പാത്രവുമായി പശുവിനടുക്കേക്ക് ചെല്ലുമ്പോൾ പശു അതിന്റെ കാല് വിടർത്തി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. പശു അതിന്റെ കാല് വിടർത്തി സൗകര്യം ചെയ്തു കൊടുക്കുകയാണ്. എന്തൊരു അനുസരണമുള്ള ജീവി. ആ ജീവിയോട് എല്ലാവർക്കും എന്തൊരു കൗതുകം, എല്ലാവർക്കും എന്തൊരു ഉപകാരം. രാവിലെ ആ പശുവിന്റെ പാല് വരുന്നത് കാത്തുകൊണ്ട് രോഗി കിടക്കുന്നു, ആ പശുവിന്റെ പാല് വരുന്നത് കാത്തുകൊണ്ട് ഡോക്ടർ ഇരിക്കുന്നു, ആ പശുവിന്റെ പാല് വരുന്നത് കാത്തുകൊണ്ട് അല്ലാഹു റബ്ബി. പശുവിന്റെ ആ പാല് സ്വീകരിക്കാൻ ജാതിയും മതവും വ്യത്യാസമില്ലല്ലോ. പശുവിന്റെ ആ പാല് സ്വീകരിക്കാൻ ലിംഗവ്യത്യാസമില്ലല്ലോ. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, അള്ളാഹു ആകുന്ന ഉടമസ്ഥൻ നമുക്കൊരു അനുഗ്രഹം ചെയ്തു തന്നോ, അത് പശുവിൻ പാല് പോലെ ഉപയോഗിക്കാൻ സാധിക്കണം. സൃഷ്ടാവ് നമുക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ പശുവിൻ പാല് പോലെ ഉപയോഗിക്കാൻ സാധിക്കണം. അപ്പോഴാണ് ഇസ്ലാം എന്ന സമാധാനത്തിന്റെ, മുസ്ലിം എന്ന സമാധാനിയുടെ ആ ജീവിതം എല്ലാ ജീവജാലങ്ങൾക്കും അനുഗ്രഹമായി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഇതാണ് പടച്ചറബ് പഠിപ്പിക്കുന്ന രീതി. അതേ സമയത്ത് തൊട്ടപ്പുറത്തെ വീട്ടിലെ പട്ടിയുണ്ട്. പട്ടിയുടെ അടുത്തേക്ക് നോക്കുമ്പോഴേക്ക് പട്ടിയുടെ സ്വഭാവം, പട്ടിയുടെ അരികിലൂടെ ചെല്ലുമ്പോഴേക്ക് പട്ടിയുടെ സ്വഭാവം. ഓ, ആർക്കെങ്കിലും ധൈര്യമുണ്ടോ പട്ടിയുടെ പാലൊന്ന് കറന്നെടുക്കാൻ? ഇനി വല്ല പട്ടിയും സമ്മതിച്ചു എന്ന് വെക്ക, എന്നാൽ ആർക്കെങ്കിലും ഉപകാരപ്പെടുമോ ആ പട്ടിയുടെ പാല്? പട്ടിയുടെ പാലിങ്ങനെ ഹൗസും കരയിലെ ടാപ്പ് വെച്ചതുപോലെ വരിയായിട്ട് വെച്ചിട്ടുണ്ട്. പക്ഷെ എന്ത് ചെയ്യാനാ? ആ പട്ടിയുടെ പാലും പട്ടിയുടെ സ്വഭാവവും പട്ടിയുടെ രീതിയും അതൊന്ന് ഓർത്തു നോക്കൂ നിങ്ങൾ. ഓ മനുഷ്യ സഹോദരങ്ങളെ, നമ്മുടെ മനസ്സ് വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ, അക്രമത്തിന്റെ, പ്രതികാരത്തിന്റെ അതാണ് നമ്മുടെ മനസ്സെങ്കിൽ സ്വാഭാവികമായും ഒരു പട്ടിയുടെ സ്വഭാവം എപ്പോഴും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കും.
അത്തരം സ്വഭാവമുള്ള ഒരു കൂട്ടം മനുഷ്യരെ ആണ് ഒരു പ്രദേശത്ത് കാണുന്നതെങ്കിൽ അവിടെ എവിടെയാണ് സമാധാനം ഉണ്ടാവുക? അവിടെ എവിടെയാണ് ശാന്തി കളിയാടുക? ആ രണ്ട് ജീവിയുടെയും വ്യത്യാസം എത്രമാത്രമുണ്ട്? അത് രണ്ടിനും അള്ളാഹു തആല കൊടുത്തിരിക്കുന്ന ഒരേ പാലാണ്. പക്ഷേ പശുവിന്റെ പാല് എല്ലാവർക്കും അനുഗ്രഹമായി. പട്ടിയുടെ പാലോ? ഇത് രണ്ടും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്? നമുക്ക് പരിശുദ്ധ ഇസ്ലാം മതത്തിന്റെ വിശ്വാസി, ആ വിശ്വാസത്തിന്റെ ഒരു റോൾ മോഡൽ നമ്മൾ സ്വീകരിക്കുമ്പോൾ അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതം, ആ ജീവിതത്തെ കുറിച്ച് ഇങ്ങനെ പഠിക്കുമ്പോൾ 63 കൊല്ലക്കാലം നബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പശുവിൻ പാല് പോലെ മുഹമ്മദ് നബിയുടെ സന്ദേശം, മുഹമ്മദ് നബിയുടെ ജീവിതം, മുഹമ്മദ് നബിയുടെ ഉപദേശങ്ങൾ, മുഹമ്മദ് നബിയുടെ തത്വങ്ങൾ, മുഹമ്മദ് നബി പഠിപ്പിച്ചിരിക്കുന്ന അർത്ഥാശയങ്ങൾ, അതെല്ലാം എല്ലാ ജീവജാലങ്ങൾക്കും ഒരുപോലെ പശുവിൻ പാല് പോലെ അനുഗ്രഹമായിട്ട്. ആ അനുഗ്രഹ സന്ദേശത്തിന്റെ വാക്കതാക്കളാണ് ഇസ്ലാം, മുസ്ലിം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ഇസ്ലാമിന്റെയും മുസ്ലിമിന്റെയും യഥാർത്ഥമായ വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും നെഞ്ചേറ്റി അത് ജനങ്ങൾക്ക് മാതൃകാപരമായി കാണിച്ചും പഠിപ്പിച്ചും ജീവിക്കുന്ന ആ വിഭാഗമാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന് പറയുന്നത്. മുസ്ലിമീങ്ങളും ഞങ്ങളെ കേൾക്കുന്ന മറ്റു സുഹൃത്തുക്കളും ഓർമ്മിക്കണം, നമ്മൾ സ്വാഭാവികമായും നല്ലൊരു സാധനം മാർക്കറ്റിൽ വന്നാൽ ആ മാർക്കറ്റിൽ വരുന്ന സാധനത്തിന് സ്വാഭാവികമായും മാർക്കറ്റിൽ അതിന്റെ ഡൂപ്ലിയാണ്. കോയമ്പത്തൂർ മാർക്കറ്റിലൊക്കെ എപ്പോഴും പല സാധനങ്ങൾക്കും ആദായമുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. ആദായമുണ്ടെന്ന് വിചാരിച്ച് നമ്മൾ കോയമ്പത്തൂർ മാർക്കറ്റിൽ പോയാൽ സാധനം വാങ്ങാൻ അറിയുന്ന ആള് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും സാധനം വാങ്ങിപ്പോന്ന ആദായം മാത്രമേ ഉണ്ടാവുള്ളൂ, മുതലൊന്നിനും പറ്റൂല. പണ്ട് ഇയാൾ പറഞ്ഞ പോലെ മൂലധനം കുറെ ഉണ്ടായിരുന്നു, ധനമൊക്കെ പോയി ഇപ്പൊ മൂല മാത്രമേ ഉള്ളൂ. നമ്മളൊരു ഒരു കമ്പനിയുടെ ഒറിജിനൽ ഉൽപ്പന്നം ഏത്, അത് തിരിച്ചറിയാൻ അതിന് പ്രത്യേകമായ ഒരു ട്രേഡ് മാർക്ക് ഉണ്ടാകും. ഇസ്ലാം വഹാബിസത്തിന്റെ ആളുകൾ, മൗദൂദിസത്തിന്റെ ആളുകൾ, ഖാദിയാനിസത്തിന്റെ ആളുകൾ, ഷിയ വിശ്വാസത്തിന്റെ ആളുകൾ, അങ്ങനെ ഏതെല്ലാം തരത്തിലാണ് വിശ്വാസികൾ, അവരൊക്കെ അവകാശപ്പെടും ഞങ്ങളാണ്. എങ്കിൽ ഇസ്ലാം മതത്തെ പൂർത്തീകരിച്ച് നമുക്ക് പഠിപ്പിച്ചു തരാൻ അള്ളാഹു നിശ്ചയിച്ച മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, നിങ്ങൾ ലോകാവസാനം വരെ ജീവിക്കുന്ന ജനങ്ങൾ ഇസ്ലാമിന്റെ ഒറിജിനൽ മനസ്സിലാക്കാൻ അതിനൊരു സീല് വെച്ചു, അഹ്ലുസുന്ന വൽ ജമാഅ. അഹ്ല് എന്ന അറബി വാചകത്തിന് വക്തി അല്ലെങ്കിൽ വാക്താവ് എന്നാണ് അർത്ഥം. അസ്സുന്ന എന്ന് പറയുമ്പോൾ വിശുദ്ധ ഖുർആനിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നൽകിയിരിക്കുന്ന വിശദീകരണം, അതാണ് അസ്സുന്ന. ആ വിശദീകരണങ്ങളെ സംശയങ്ങൾ തീർത്ത് പഠിക്കുകയും സംശയങ്ങൾ തീർത്ത് അത് ഒപ്പിയെടുക്കുകയും പിൻതലമുറക്ക് അത് പ്രബോധനം ചെയ്യാൻ അള്ളാഹുവിനാൽ അംഗീകാരം ലഭിക്കുകയും ചെയ്തിരിക്കുന്ന വിഭാഗം അവരാണ് അൽ ജമാഅത്തു സ്വഹാബ. അത് ചേർത്ത് വായിക്കുമ്പോൾ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ഇതാണ് ഇസ്ലാം എന്നതിന് അള്ളാഹു വെച്ചിരിക്കുന്ന സീല്. ആ അഹ്ലുസുന്ന വൽ ജമാഅ എന്നതിന്റെ ചുരുക്കമാണ് സുന്നി എന്ന് പറയുന്നത്. ആ സുന്നി എന്നതിലേക്ക് സൂചിപ്പിച്ചുകൊണ്ടാണ് നമ്മുടെ പ്രസ്ഥാനത്തിന്റെ എല്ലാ ഘടകങ്ങളുടെയും ആരംഭത്തിൽ കൊടുത്തിരിക്കുന്ന SBS സുന്നി ബാലസംഘം, SSF സുന്നി സ്റ്റുഡന്റ് ഫെഡറേഷൻ, SYS സുന്നി യുവജന സംഘം, SJM സുന്നി ജംഇയ്യത്തുൽ മുഅല്ലിമീൻ, SMA സുന്നി മാനേജ്മെന്റ് അസോസിയേഷൻ. അല്ലാ മൂപ്പർക്ക് സാധിക്കും ഇങ്ങോട്ട് കയറാം. അഹ്ലുസുന്നത്തി വൽ ജമാഅ എന്ന ഒരു സീല് സ്വാഭാവികമായിട്ടും അതിന് വെച്ചത് എന്തിനാണ്? മാർക്കറ്റിൽ ഏത് തരം ഡൂപ്ലി വന്നാലും ഒറിജിനൽ ഏതാണ് എന്ന് മനസ്സിലാക്കാൻ അറിയുന്നവർക്ക് സാധിക്കണം.
ആ അറിയുന്നവർക്ക് അതിന്റെ ഒറിജിനൽ മനസ്സിലാക്കുന്നതിന് വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ അഹ്ലു സുന്നത്തി വൽ ജമാഅ, അതാണ് സുന്നി എന്ന ആശയം. ആ സുന്നി എന്നതാണ് ലോകത്ത് ഞാൻ നേരത്തെ പഠിപ്പിച്ചിരിക്കുന്ന ഈ സമാധാനം നിലനിർത്തുന്ന ആളുകൾ. ആ സുന്നി വിശ്വാസികളാണ് ലോകത്ത് ഭീകരതയുടെയോ തീവ്രവാദത്തിന്റെയോ അക്രമത്തിന്റെയോ അനീതിയുടെയോ മാർഗത്തിലേക്ക് ചരിക്കാത്ത വിഭാഗം. അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്താണ്. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് നമ്മുടെ കേരളത്തിൽ തന്നെ നിങ്ങൾ നോക്കൂ. കേരളത്തിൽ സുശക്തമായ ഒരു സംസ്ഥാന കമ്മിറ്റിയും എല്ലാ ജില്ലകളിലും ജില്ലാ കമ്മിറ്റിയും എല്ലാ പഞ്ചായത്തുകളിലും പഞ്ചായത്ത് കമ്മിറ്റിയും SSFും SYSും ഒക്കെയായി ഏകദേശം 15,000-ഓളം വരുന്ന യൂണിറ്റ് കമ്മിറ്റികളുമായി പരന്ന് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന വിഭാഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത്. നമ്മുടെ ഈ കേരളത്തിൽ ഏതെല്ലാം വിധത്തിലുള്ള മതപരമായ പ്രശ്നങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും ധാരാളം മതസംഘടനകളുടെ ഓഫീസുകളൊക്കെ റെയ്ഡ് ചെയ്യലുകളും എല്ലാം നടന്നിട്ടുണ്ട്. എന്നാൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു നേതാവിനെയോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു ഓഫീസോ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ഒരു സംഘടനയെയോ എവിടെയും ഒരു റെയ്ഡ് ചെയ്യപ്പെടേണ്ടി വന്നിട്ടില്ല. ഏത് പോലീസ് സ്റ്റേഷനിലും രാജ്യദ്രോഹപരമായ രീതിയിൽ പ്രവർത്തിച്ചതിന് നമ്മുടെ ഈ പ്രസ്ഥാനത്തിന്റെ ഒരു ചെറിയ പ്രവർത്തിക്കുന്നില്ല. ഒരു രഹസ്യാന്വേഷണ വിഭാഗത്തിന് ചോദ്യം ചെയ്യേണ്ടതായി ഈ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. എന്താണ് കാരണം? അഹ്ലുസുന്ന വൽ ജമാഅ അത് ഇസ്ലാം, ഭാഗത്ത് ഊട്ടി ഉറപ്പിക്കുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതാണ് നമ്മുടെ വിശ്വാസം. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഞാൻ ഈ കൈനാട്ടിയിൽ ഏറെ നേരത്തെ എനിക്ക് പരിചയമുണ്ട്. എന്റെ നല്ല ഒരു 10 വർഷത്തോളം ഇവിടെ വടകരയിലെ അടക്കാത്തെരുവിലും ഈ കൈനാട്ടിയിലും അതേപോലെ തന്നെ ഇതിന്റെ പരിസരത്തെല്ലാം താഴത്തങ്ങാടിയിലും ഇങ്ങനെ ഇതിന്റെ പരിസരങ്ങളിൽ ഒരു 10 വർഷക്കാലം 1980 മുതൽ 90 വരെയുള്ള കാലഘട്ടങ്ങൾ എനിക്കറിയാം. കൈനാട്ടിയിൽ വരുമ്പോൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് ഇവിടെ തൊട്ടടുത്ത് നമ്മൾ നിസ്കരിച്ച ആ പള്ളിയുടെ പുറകിൽ വീട്ടിൽ താമസിച്ചിരുന്ന അബ്ദുറഹ്മാൻ ഹാജി. അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. അള്ളാഹു അദ്ദേഹത്തിന്റെ ആഖിറം സന്തോഷകരമാക്കി കൊടുക്കുമാറാവട്ടെ. ഞാൻ ഓർക്കുക, അദ്ദേഹം ശരിക്കും നമുക്ക് ഒരു മോഡൽ ജീവിതം കാഴ്ചവെച്ച ഒരു മനുഷ്യൻ. പയ്യോളിക്കടുത്ത ഒരു സ്ഥലത്ത് വെച്ച് അദ്ദേഹം കോഴിക്കോട്ടേക്ക് യാത്ര ചെയ്യുമ്പോഴാണ് അദ്ദേഹം ആക്സിഡന്റിൽ മരണപ്പെടുന്നത്. ആക്സിഡന്റ് കഴിഞ്ഞ ഉടനെ അദ്ദേഹത്തിന് അത്ര ഗൗരവമായി അത് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് കാറിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ട്, കുഴപ്പമൊന്നുമില്ല, ഏതായാലും ഞാൻ കോഴിക്കോട്ടേക്ക് പോകുന്നു എന്ന് അന്ന് അദ്ദേഹം ആക്സിഡന്റ് സംഭവിച്ച ഉടനെ അദ്ദേഹം ഫോൺ ചെയ്ത് സംസാരിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം ആ ആക്സിഡന്റിലെ ആഘാതത്തിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി. മരണാനന്തരം അദ്ദേഹത്തിന്റെ ദിവസവും അദ്ദേഹം ഉപയോഗിക്കുന്ന ഡയറി കുറിപ്പ് മറിച്ചു നോക്കുമ്പോൾ അദ്ദേഹത്തിന്റെ റെക്കോർഡുകൾ മുഴുവനും ഒരു തുറന്ന പുസ്തകമായി. അദ്ദേഹത്തിന്റെ ഗൾഫിലും നാട്ടിലുമുള്ള ബിസിനസ് സംബന്ധമായ കണക്കുകളും റെക്കോർഡുകളും കാര്യങ്ങളും, അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ദാനധർമ്മങ്ങളും അതിന്റെ വിശദീകരണങ്ങളും, അദ്ദേഹത്തിന് വല്ലതും സംഭവിച്ചാൽ അദ്ദേഹത്തിന്റെ മക്കൾ സ്വീകരിക്കേണ്ട രീതിയും അതിന്റെ വകുപ്പുകളും, അദ്ദേഹത്തിന്റെ വരുമാനത്തിൽ നിന്ന് അനാഥ മക്കൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നതും അത് കൊടുക്കേണ്ടതും, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങിയിട്ട് അദ്ദേഹത്തിന്റെ ജീവിതം അദ്ദേഹത്തിന്റെ ഡയറി ഇങ്ങനെ സംസാരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഇങ്ങനെ സംസാരിക്കുകയാണ്. ഓ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു മുസൽമാൻ അവന്റെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവന്റെ സ്വകാര്യതയിലും അവന്റെ കുടുംബ ജീവിതത്തിലും അവന്റെ സാമൂഹ്യ ജീവിതത്തിലും എല്ലാം എന്നെ പിടികൂടുന്ന ഒരു മരണമുണ്ട്, എന്നെ നിയന്ത്രിക്കുന്ന ഒരു അല്ലാഹു ഉണ്ട്, എനിക്ക് സമാധാനം പറയേണ്ട ഒരു പാരത്രിക ലോകമുണ്ട്, എനിക്ക് ശാശ്വത സമാധാനത്തിൽ താമസിക്കേണ്ട മറ്റൊരു വീടുണ്ട്. ആ ഒരു ചിന്തയിൽ ഇങ്ങനെ താമസിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ എല്ലാ ജീവിതവും അതൊരു തുറന്ന പുസ്തകമായിരുന്നു. കൈനാട്ടി അബ്ദുറഹ്മാൻ ഹാജി അദ്ദേഹം ഒരു വലിയ സയ്യിദല്ല, അദ്ദേഹം ഒരു വലിയ പണ്ഡിതനല്ല, അദ്ദേഹം ഒരു വലിയ വ്യക്തിത്വത്തിന് മറിച്ച് അദ്ദേഹം പണ്ഡിതന്മാർക്കൊപ്പം, അദ്ദേഹം അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരായ ആളുകൾക്കൊപ്പം
മഹാന്മാരോടൊപ്പം ഇണങ്ങിച്ചേർന്നുകൊണ്ട് ജീവിക്കാൻ പഠിച്ചിരുന്ന ഒരു മഹാനായിരുന്നു. ആ ജീവിതം അദ്ദേഹത്തിന് നൽകിയത് വളരെ വലിയ സമാധാനമാണ്. ഓർത്തു നോക്കൂ നിങ്ങൾ, അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പെട്ടെന്ന് ആക്സിഡന്റിൽ മരണപ്പെട്ടിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഡയറി കുറിപ്പ് മറിച്ചു നോക്കുമ്പോൾ മക്കൾക്ക് ഒരു ഭാരമുള്ള ഒരു കാര്യവും അതിലില്ല. മക്കൾ കടം വീട്ടേണ്ടി വരുന്ന ഒരു വിഷയവും അതിലില്ല. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു അസമാധാനമുണ്ടാകുന്ന ഒന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിലില്ല. അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വരുന്ന ആളുകളൊക്കെ നിറക്കണ്ണുകളോടെ വരുന്നു എന്നല്ലാതെ ഒരു വെറുപ്പിന്റെ, ഒരു വിദ്വേഷത്തിന്റെ, അതല്ലെങ്കിൽ ഒരു ഇടപാട് തീർക്കേണ്ട അങ്ങനത്തെ ഒരു രീതിയിൽ ഒരാളും ആ വീട്ടിലേക്ക് വരുന്നില്ല. ഇതാണ് ഒരു സത്യവിശ്വാസികളുടെ ജീവിതത്തിന് ഒരു നാട്. സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ച ഒരു ഗ്രാമത്തിലെ ഒരു സാധാരണ സത്യവിശ്വാസിയുടെ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ ഹാജിയുടെ ജീവിതം കൈനാട്ടിയിൽ നമുക്ക് നൽകുന്നതെങ്കിൽ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ സമസ്ത എന്ന പണ്ഡിത സഭയുടെ മേലധ്യക്ഷന്മാരുടെ കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ആളായിരുന്നു കാഞ്ഞങ്ങാട് സംയുക്ത കാളിയും ബഹുമാനപ്പെട്ട ജാമിഅ സഅദിയ കോളേജിന്റെ പ്രിൻസിപ്പാൾ കൂടിയായിരുന്ന വലിയ പണ്ഡിതൻ PA അബ്ദുള്ള മുസ്ലിയാർ. ആ മഹാനായ മനീഷി അദ്ദേഹം മരണത്തോട് അടുത്തപ്പോൾ അദ്ദേഹം തന്റെ മക്കളെയെല്ലാം വിളിച്ചുകൊണ്ട് പറഞ്ഞു, മക്കളെ, സാധാരണ ഒരു മയ്യത്ത് പള്ളിയിൽ കൊണ്ടുപോയാൽ ഒരു മാമൂൽ സംഭാഷണമുണ്ട്. എന്താണ് ആ മാമൂൽ പറച്ചില്? പറയും. ഞങ്ങളുടെ നാട്ടിൽ അത് കേട്ടപ്പോ ഞാൻ അത്ഭുതപ്പെട്ടു വരും. 18 വർഷം കുവൈത്തിൽ ജീവിച്ചിരിക്കുന്ന ഒരാള്, അയാൾ 18 വർഷം അവിടെ തന്നെ മരിച്ചിട്ട് അദ്ദേഹത്തിന് മയ്യത്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അവിടെ പല ഏർപ്പാടുകളും നടത്തി അദ്ദേഹത്തിന് പല ഇടപാടുകളും കുറിയും തറിയും ബാക്കിയുള്ളതും ഒക്കെ ഉണ്ട്. പക്ഷെ 18 വർഷമായ അദ്ദേഹത്തിന് മയ്യത്ത് ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് സാമ്പത്തിക ഇടപാടുണ്ടെങ്കിൽ പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞാൽ കുവൈത്തിലെ സാമ്പത്തിക ഇടപാട് ഇവിടെ പൊരുത്തപ്പെട്ടിട്ട് എന്താ കാര്യം? അപ്പോ ഇതൊരു മാമൂൽ വാക്ക് മാത്രമാണ്. അത് എത്ര ഒരു കഴമ്പുള്ള സംഗതിയല്ല. അത് പള്ളിയിലെ ഉസ്താദിന്റെ ഒരു മര്യാദക്ക് അദ്ദേഹം ചെയ്യുന്ന ഒരു പൊതു കാര്യം തന്നെ അതിനെ കണക്കാക്കേണ്ടു. അതൊരു തൗബയായി കണക്കാക്കേണ്ടതുണ്ടോ? അതേ സമയത്ത് ബഹുമാനപ്പെട്ട PA ഉസ്താദ് മരണത്തിന്റെ അടുത്തെത്തിയപ്പോൾ മക്കളോട് പറഞ്ഞു, മക്കളെ, എന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുപോയി വെച്ചിട്ട് നിങ്ങൾ ആ മാമൂൽ വാക്ക് പറയരുത്. എനിക്ക് ആരോടും വാക്കടപാടുമില്ല, ആരോടും ഹക്കടപാടുമില്ല. യാ റബ്ബ് യാ റബ്ബ്. അതാണ് ഇസ്ലാമിക ജീവിതം. ഇസ്ലാം ഇന്ന് ഞാൻ എന്റെ സഹോദര സമുദായത്തിലൊക്കെ പെട്ട എത്രയോ ആളുകളുള്ള ഒരു പ്രദേശമാണ് ഈ കൈനാട്ടിയും വടകരയും ഒക്കെ. ഒരു പക്ഷെ എന്നെ പോലുള്ള ഒരാൾ ചെയ്യുന്ന തെറ്റ് കണ്ടിട്ട് ഇതാണ് ഇസ്ലാം എന്ന് വിലയിരുത്തിയാൽ, വേറെ ഏതെങ്കിലും ഒരാൾ ചെയ്യുന്ന അനീതി കണ്ടിട്ട് അതാണ് ഇസ്ലാം എന്ന് വിലയിരുത്തിയാൽ അത് നമ്മൾ ചെയ്യുന്നത് തെറ്റാണ്. എത്രയോ മനുഷ്യന്മാർ ഇവിടെ ജീവിച്ചപ്പോൾ എന്തായിരുന്നു അവരുടെ ജീവിതത്തിന്റെ രീതി? ഓർത്തു നോക്കൂ നിങ്ങൾ. ഒരു മനുഷ്യൻ അദ്ദേഹത്തിന് മരണാസന്ന സമയത്ത് വസിയത്തായി പറയുകയാണ്, എന്റെ ജനാസ നിങ്ങൾ കൊണ്ടുപോയിട്ട് ആ മാമൂൽ പറയാൻ നിൽക്കണ്ട, ഞാൻ ആരോടും വാക്കടപാടുമില്ല, ഞാൻ ആരോടും ഹക്കടപാടുമില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഹൃദയത്തിന്റെ ഒരു സംശുദ്ധി അത് എങ്ങനെയാണ്, ഏത് അളവുകോൽ വെച്ചുകൊണ്ടാണ് നമുക്ക് അദ്ദേഹത്തിന്റെ ഹൃദയശുദ്ധിയെ അളക്കാൻ സാധിക്കുക? പ്രിയപ്പെട്ട സഹോദരന്മാരെ, അവിടെയാണ് ഇസ്ലാം എന്ന സമാധാനത്തെ നാം കാണേണ്ടത്. ഞാൻ ഈ കൂടിയിരിക്കുന്ന എന്റെ സുന്നി വചന സംഘത്തിന്റെ പ്രവർത്തകന്മാരോട് നമ്മുടെ 60ാം വാർഷിക സമ്മേളനവും മർക്കസിന്റെ 37ാം വാർഷികവും ഇതാ നമുക്ക് 2 പെരുന്നാളുകൾ, 2 വലിയ പെരുന്നാളുകളാണ് ഒരുമിച്ച് ആഘോഷിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നത്. സ്നേഹിതൻ അബ്ദുൽ വഹാബ് സക്കാഫി മർക്കസുമായും പ്രസ്ഥാനവുമായും ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് വിശദീകരിച്ച് കാണിച്ചു തരാനിരിക്കുന്നത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് കടക്കാതിരിക്കുകയാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, പ്രിയപ്പെട്ട കൂട്ടുകാരെ, എന്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, നമ്മുടെ ഒരു മഹല്ലത്തിൽ, ഒരു ഗ്രാമത്തിൽ, ഒരു പ്രദേശത്തിൽ അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ 4 പ്രവർത്തകന്മാരുണ്ടെങ്കിൽ അവർ ഇസ്ലാമിന്റെ മോഡൽ ജീവിതം കാഴ്ചവെക്കാം. അവർ നിസ്കാരത്തിന്റെ കാര്യത്തിലെ അവരുടെ കൃത്യനിഷ്ഠ, സാമ്പത്തിക ഇടപാടിലെ അവരുടെ സംശുദ്ധി, ജനങ്ങളുമായുള്ള ഇടപഴകലിലും പെരുമാറ്റത്തിലും അവർക്കുള്ള പരിശുദ്ധി, അങ്ങനെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും അവരുടെ സാമൂഹ്യ ജീവിതവും കുടുംബ ജീവിതവും അതൊക്കെ സംശുദ്ധമാകുമ്പോൾ ഇസ്ലാം
അതിനെ തെറ്റിദ്ധരിക്കുന്നതിൽ നിന്ന് നമുക്ക് മോചിപ്പിക്കാൻ സാധിക്കും. ഒരിക്കലും അക്രമത്തിനും അനീതിനും മുതിരാൻ ബഹുമാനപ്പെട്ട ശൈഖുന കാന്തപുരം ഉസ്താദ് എന്തെല്ലാം പ്രശ്നങ്ങളും കുലുമാലുകളും കോലാഹലങ്ങളും എത്ര ആക്ഷേപങ്ങളും സുബ്ഹാനല്ലാഹ് ദിവസവും ആക്ഷേപം മാത്രം പഠിച്ച എത്ര ആളുകളുണ്ട്. ഒരു പത്രം ചിലപ്പോ പീഡികക്കൊലയിൽ വന്നാൽ ആ പത്രത്തിലൊരു വാർത്ത കേട്ടാൽ പിന്നെ ആളുകൾ തുടങ്ങി ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ മാംസത്തെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊത്തിവലിക്കാൻ. ചില ആളുകൾക്ക് ഉറക്കം വരണമെങ്കിൽ 1 കിലോ ഇറച്ചി കഴിക്കണം, അത് ഉസ്താദിന്റേത് തന്നെ ആയാൽ വിശേഷമായി. അങ്ങനെയുള്ള എത്ര ആളുകളുണ്ട്. അതിൽ എല്ലാ തരക്കാരുമുണ്ട്. നമുക്ക് അവരോടൊക്കെ പറയാനുള്ളത്, നിങ്ങൾ ഓർത്തു നോക്കണം, നിങ്ങൾ ഉസ്താദിനെ കുറിച്ചും ആ പ്രസ്ഥാനത്തെക്കുറിച്ചും ധാരാളമായി സംസാരിച്ചു. വല്ലപ്പോഴും ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു സംസാരം നിങ്ങൾ കേട്ടോ? വല്ലപ്പോഴും ഉസ്താദിന്റെ ഭാഗത്ത് നിന്ന് തിരിച്ചൊരു സംസാരം കേട്ടോ? ബഹുമാനപ്പെട്ട ഉസ്താദ് അവർകൾ അവിടെ സ്വീകരിച്ചിരിക്കുന്ന രീതി എന്താണ്? അല്ലാഹു റബ്ബി, ഞാൻ എന്റെ അഹ്ലുസുന്നയുടെ പ്രവർത്തകന്മാരോട് നമുക്കൊരു പ്രതികാരത്തിന്റെ മനസ്സല്ല വേണ്ടത്. ഒരു കോഴിയമ്മ അതിന്റെ മക്കളെയുമായിട്ട് ഇങ്ങനെ പോവുകയാണ്. കോഴിയമ്മ ഇങ്ങനെ കൊക്കൊക്കോ എന്ന് പറഞ്ഞു പോകുമ്പോൾ മക്കളിങ്ങനെ കൂടെ പിപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവാൻ. ആകെ ആ മക്കൾക്ക് അറിയുന്നത് ഏത് മാത്രമേ ഉള്ളൂ? വിദ്യാഭ്യാസപരമായൊക്കെ എത്ര പുരോഗമിച്ചാലും പിപ്പി എന്ന് മാത്രമേ അവർക്ക് അറിയുള്ളൂ. അപ്പൊ ആ കൊക്കൊക്കോ പിപ്പി എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോകുമ്പോൾ ഒരു എന്താ പറയാ, ആ കുട്ടികളെ റാഞ്ചി എടുക്കുന്നതിന് വേണ്ടി ഒരു ജോർജ് ബുഷ് ഇങ്ങനെ വരികയാണ് അല്ലേ? അതിന് എന്റെ നാട്ടിൽ എന്ത് പറയും? പരുന്ത് എന്ന് പറയും. ഇവിടെ എന്താ പറയാ നിങ്ങളെ? പരുന്തല്ല. കുഴപ്പമില്ല, ഹുസൈൻ പറഞ്ഞാൽ പിന്നെ റെഡിയാണ്. കാരണം ഇവിടുന്നാട് വാണിമേൽ മുതൽ വരെ എല്ലാം. അപ്പോ ഇരിക്കട്ടെ, ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് ആ പരുന്തിങ്ങനെ വരികയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും അതിങ്ങനെ പാറി വരുമ്പോൾ കോഴികളെ കൂട്ടത്തിൽ 2 കോഴിയുണ്ട്. ഒന്ന് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്, ഒന്ന് തീവ്രവാദി, രണ്ടുമുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഈ കോഴി കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ പോകുമ്പോ പരുന്തിനെ കണ്ടാൽ അക്രമി വരുന്നത് കാണുമ്പോൾ ചില കോഴികൾ എന്ത് ചെയ്യും? ചില പടക്കോഴികൾ ഉടനെ തന്റെ കുഞ്ഞുങ്ങളെ ഉപേക്ഷിച്ച് ആ പരുന്തിന്റെ കൂടെ അങ്ങോട്ടേക്ക് പറക്കും. സുബ്ഹാനല്ലാഹ്. പരുന്തുമായിട്ട് ഒരു ഏറ്റുമുട്ടലിന്, പരുന്തുമായിട്ട് ഒരു അക്രമത്തിന്, ഒരു കുഴപ്പത്തിന്, അങ്ങനെ പരുന്തിന്റെ പുറകെ കോഴിയും കോഴിയുടെ പുറകെ പരുന്തും കുറെ സമയം അവര് തമ്മിൽ യുദ്ധമായി. യുദ്ധവും തീവ്രവാദവും ഒക്കെ കഴിഞ്ഞ് തിരിച്ച് കോഴിയമ്മ കുഞ്ഞുങ്ങൾ അടുക്കലേക്ക് വന്നപ്പോൾ ഇപ്പുറത്ത് മറുഭാഗത്ത് കൂടെ വന്നിരിക്കുന്ന പരുന്തോ കാക്കയോ ഈ കോഴിയമ്മയുടെ കുഞ്ഞുങ്ങളെ പകുതി എണ്ണത്തിനെ കൊന്നു കളഞ്ഞിട്ടുണ്ട്. 2-3 എണ്ണത്തിനെ കാണാനില്ല. 3 എണ്ണം തല പോയിട്ടുണ്ട്. 2 എണ്ണം അവിടെ പിപ്പി എന്ന് പറഞ്ഞുള്ളത് പോയിട്ട് കക്കക്കെ എന്ന് പറഞ്ഞ് കിടക്കുന്നുണ്ട്. ഓ സഹോദരന്മാരെ, കോഴിയമ്മയുടെ 12 കുഞ്ഞുങ്ങളും നശിച്ചിരിക്കുന്നു. അതിൽ 2 എണ്ണം ഒളിച്ച്, അതിനേക്കാൾ നല്ലൊരു ചാകരാണ്. അത്രയും ഭീകരാന്തരീക്ഷത്തിൽ ആ 2 കുഞ്ഞുങ്ങൾ നിൽക്കുന്ന കാഴ്ച വല്ലാത്ത ദയനീയമാണ്. 2 കുഞ്ഞുങ്ങളുടെ അവസ്ഥ അതാണ്. ഈ 4 എണ്ണം നഷ്ടപ്പെട്ടിരിക്കുന്നു, 3 എണ്ണം ചത്തി കിടക്കുന്നു, 2 എണ്ണം ചോരയിൽ കൊണ്ട് പടപടക്കുന്നു. ഇതാണ് മനസ്സ് സമാധാനമല്ലാത്തപ്പോൾ, ആ കോഴിയമ്മയുടെ മനസ്സിന്റെ സമാധാനം ക്ഷമയും നഷ്ടപ്പെട്ടപ്പോൾ തീവ്രവാദത്തിന് വേണ്ടി പോയ ആ കോഴിയമ്മയുടെ മക്കൾ തീവ്രവാദമൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ തന്റെ മക്കളുടെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഇതായിരിക്കും അക്രമം നമുക്ക് നൽകുന്നത്, ഇതായിരിക്കും തീവ്രവാദം നമുക്ക് നൽകുന്നത്. അതേ സമയത്ത് ഒരു കോഴിയമ്മ, അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ കോഴിയാണ്. അത് നല്ല സുബൈന്റെ വാങ്ങി കേട്ടപ്പോ എഴുന്നേറ്റതാ. ആ കോഴിയമ്മയും കുഞ്ഞുങ്ങളും ഇങ്ങനെ കൊക്കൊക്കോ പിപ്പി എന്ന് പറഞ്ഞു പോകുമ്പോൾ അതാ ഒരു പരുന്തി ഇങ്ങനെ വരുന്നത് കാണുന്നു. ആ സാധനത്തെ വരുന്നത് കണ്ടപ്പോഴേക്കും ആ ഉമ്മയുടെ മനസ്സിൽ, ആ കോഴിയമ്മയുടെ മനസ്സിൽ ഈ അക്രമിയോടുള്ള വിദ്വേഷമല്ല വന്നത്, ഈ അക്രമിയോടുള്ള വിരോധമല്ല വന്നത്, അതിനുള്ള എതിർപ്പല്ല വന്നത്. മറിച്ച് അല്ലാഹ് എന്റെ കുഞ്ഞുങ്ങൾ എന്ന് വിചാരിച്ച് കുഞ്ഞുങ്ങളുള്ള സ്നേഹമാണ് ആ കോഴിയുടെ മനസ്സിൽ വന്നത്. കുഞ്ഞുങ്ങളുള്ള സ്നേഹം വന്ന ഉടനെ ആ കോഴി എന്ത് ചെയ്തു? അക്രമിയായ ജോർജ് ബുഷ് വരുന്നത് കണ്ടപ്പോൾ കോഴിയമ്മക്ക് ഒരു പ്രത്യേക സൗണ്ട്, ഒരു ആംബുലൻസിന്റെ സൗണ്ട്. ആ ആംബുലൻസിന്റെ സൗണ്ട് അങ്ങോട്ട് കേട്ടതോടുകൂടെ, കോഴിയമ്മയുടെ ആംബുലൻസിന്റെ സൗണ്ട് കേട്ടതോടുകൂടെ മുഴുവൻ കോഴിക്കുഞ്ഞുങ്ങളും ഒന്നിച്ച് ഓടി വന്നു. ഓടി വന്നപ്പോൾ ആ കോഴിയമ്മ ജറക് ഇങ്ങനെ വിരിച്ചു കൊടുത്തു. ജറക് വിരിച്ചു കൊടുത്തപ്പോൾ 12 കോഴിക്കുഞ്ഞുങ്ങളും ഒരുമിച്ച് ആ ജറകിനുള്ളിൽ ഇങ്ങനെ നിന്നിട്ട് എന്തൊരു സമാധാനം. അല്ലാഹ് വില്യാപ്പള്ളി ഉസ്താദ് അല്ലാഹു ആഫിയത്ത് കൊടുക്കണം, അല്ലാഹു റാഹത്ത് കൊടുക്കുമാറാവട്ടെ. മൂപ്പരൊന്ന് ദ്വാരന്നിട്ട് സമാധാനാക്കി, അല്ലാണ്ട്
ഞാൻ കാത്തിക്കാന്ന് പറഞ്ഞത് പിന്നെ അപ്പൊ എനിക്കറിയാം വില്യാപ്പള്ളി ഉസ്താദ് ഇവിടെ എത്താൻ വൈകിയതിന് കാരണക്കാരൻ ഞാനാണ്. ഞാൻ വേഗത്തിൽ പോരാൻ കാരണം ഈ ഫൈസലാണ്. പോയി ഇങ്ങനെ തിരക്കൂട്ടി കൊടുക്കല്ലേ, ഇവിടെ അവിടെ തുടങ്ങാറായി, അവിടെ തുടങ്ങാറായി, ഇവിടെ തുടങ്ങാറായി. മനസ്സിലാ? ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. അപ്പോ അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്, നിങ്ങൾ നോക്കൂ, ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന കോഴി അത് പരുന്ത് വരുന്നത് കണ്ടപ്പോൾ ആ തള്ളക്കോഴിയുടെ മനസ്സിൽ വന്നത് വിദ്വേഷമാണ്, വെറുപ്പാണ്, വികാരമാണ്. ആ വികാരം വന്നുകൊണ്ട് ഉടനെ ആ കോഴി ആരുടെ കൂടെ? പരുന്തിന്റെ കൂടെ. അക്രമവും കുഴിമാരും കോലാഹലങ്ങളും എല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തിയപ്പോൾ തന്റെ മക്കളുടെ അവസ്ഥ എന്താണ്? അതേ സമയത്ത് പരുന്തിങ്ങനെ വരുന്നത് കണ്ടപ്പോൾ സുന്നിയായ കോഴി, ആ കോഴിയുടെ മനസ്സിൽ തോന്നിയത് അക്രമിയോടുള്ള വിദ്വേഷമല്ല, മറിച്ച് തന്റെ മക്കളോടുള്ള സ്നേഹമാണ്, തന്റെ മക്കളോടുള്ള വാത്സല്യമാണ്, തന്റെ മക്കളോടുള്ള കൃപയാണ്. അത് തോന്നിയിരിക്കുന്ന തള്ളക്കോഴി ഉടനെ ഒരു സൗണ്ട്, ഒരു ആംബുലൻസിന്റെ സൗണ്ട് അതങ്ങ് കേട്ടപ്പോഴേക്കും കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഓടി ആ തള്ളക്കോഴിയുടെ ജറകിനുള്ളിൽ. യാ റബ്ബ്, മണിക്കൂറുകൾ അവര് സുരക്ഷിതമായിട്ടിരുന്നു. ബോംബ് ഭീഷണിയുമായി വന്ന തീവ്രവാദി അവിടെയൊക്കെ കുറെ കറങ്ങി, മൂപ്പര് തിരിച്ചുപോയി. ആ തീവ്രവാദിയൊക്കെ തിരിച്ചുപോയി. കുഞ്ഞുങ്ങൾ ഇങ്ങനെ നല്ല റാഹത്തായിട്ട് കോഴിയമ്മ അതിന്റെ ജറക് വിടർത്തിയപ്പോൾ 12 മക്കളും നല്ല ഐശ്വര്യത്തിൽ. ഒരു കുഞ്ഞിന്റെ തൂവലിന് പോലും ഒരു പോറലും ഏറ്റിട്ടില്ല. ബഹുമാനപ്പെട്ട ഇസ്ലാം പഠിപ്പിക്കുന്നത്, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്, കാന്തപുരം ഉസ്താദ് ഞങ്ങളെ ചൊല്ലി പഠിപ്പിച്ചത്, ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചത്, ഞങ്ങൾക്ക് പരിശീലനം നൽകി പഠിപ്പിച്ചത്, ഈ രൂപത്തിലുള്ള സമാധാനം നാട്ടിൽ നിലനിർത്താൻ അവിടെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മുടെ മനസ്സിൽ ലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു ഇഅ്ദിലു ഹുവ അഖറബു ലിത്തഖ്വാ. നിങ്ങളുടെ ഹൃദയത്തിൽ വരുന്ന വിദ്വേഷം, നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരുന്ന ഒരു തരം വിരോധം, മനുഷ്യ ശരീരത്തിൽ കുടികൊള്ളുന്ന പൈശാചികമായ ശക്തിയാണ് ഖുവ്വത്തു ശഹ്വാനിയ, ഖുവ്വത്തു ശൈത്താനിയ, ഖുവ്വത്തു സബഇയ. ഒരു തരം പിടിമൃഗത്തിന്റെ സ്വഭാവം അത് നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു തരം വികാരത്തിന് അടിമപ്പെടുക അത് നമ്മുടെ ശരീരത്തിലുണ്ട്. ഒരു പൈശാചികത അത് നമ്മുടെ ശരീരത്തിലുണ്ട്. ആ മൂന്നും കൂടി കൂടിയാൽ ഒരു മുക്കൂട്ട് മുന്നണി ശരീരത്തിലെ ഒരു ഭൂരിപക്ഷ ഏരിയയാണ്, ശരീരത്തിലെ ഭൂരിപക്ഷ ഏരിയയാണ്. എന്നാൽ ഇതിനെ എല്ലാം തളർത്തിക്കളയുന്ന മറ്റൊരു ശക്തിയുണ്ട്. അതേതാണ്? അത് ഖുവ്വത്തുർ റൗഹാനിയ, ഖുവ്വത്തുർ റൂഹാനിയ. നമ്മുടെ ആത്മീയമായ ഒരു ശക്തി നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ആത്മീയമായ ശക്തിക്ക് മുമ്പിൽ ഈ 3 മുക്കൂട്ട് മുന്നണിയും എത്ര ഭൂരിപക്ഷമുണ്ടെങ്കിലും ആ ഭൂരിപക്ഷം അല്ല നമുക്ക് പ്രശ്നം. ഭൂരിപക്ഷത്തിന് നിന്നതുകൊണ്ട് നമുക്ക് വിജയിക്കാൻ കഴിയില്ല. മറിച്ച് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ആ ആത്മീയമായ ശക്തി അത് നമ്മെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സ്നേഹം, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന സന്തോഷം, നമ്മുടെ മനസ്സിനുണ്ടാകുന്ന ആത്മീയത, അതാണ് നമുക്ക് വേണ്ടത്. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, മർക്കസു സഖാഫത്ത് സുന്നിയായും അതുപോലെ തന്നെ SYS ആകുന്ന പ്രസ്ഥാനവും അത് രണ്ടും അതിന്റെ സമ്മേളനങ്ങൾ ആഘോഷിക്കുമ്പോൾ കേരളത്തിലുടനീളം ഒരു 10,000 പൊതുയോഗങ്ങളെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് ഈ ആശയം ഒന്നുകൂടി പഠിപ്പിക്കുക, ഈ ആശയത്തെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുക, അതാണ് സമ്മേളന പ്രചരണങ്ങളിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സമർപ്പിത യൗവനം സാർത്ഥക മുന്നേറ്റം. ആ സമർപ്പിത യൗവനത്തിന് നമ്മുടെ മുമ്പിൽ ഒട്ടേറെ മഹാന്മാരുടെ ജീവിതമുണ്ട്. നമ്മുടെ മുമ്പിൽ കാഴ്ചവെച്ചിരിക്കുന്ന ഒട്ടേറെ മഹാന്മാരുണ്ട്. സമർപ്പിത യൗവനം അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ജീവിക്കും നൽകിയിരിക്കുന്ന ശൈശവം, ആ ശൈശവം പിന്നിടുമ്പോൾ അതിന്റെ ബാല്യം, ആ ബാല്യം പിന്നിടുമ്പോൾ അതിന്റെ യൗവനം, യൗവനം പിന്നിടുമ്പോൾ അതിന്റെ വാർദ്ധക്യം, അതിന്റെ വാർദ്ധക്യം. ആ വാർദ്ധക്യത്തിലെത്തുന്നതിന് മുമ്പ് നമ്മുടെ ബാല്യം കഴിയുന്നതോടുകൂടെ ജീവിതത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആ യുവത്വത്തിന്റെ സമയം, അത് ജനോപകാരപ്രദമായി ഉപയോഗിക്കാൻ, അത് വൈജ്ഞാനികമായി ഉപയോഗിക്കാൻ, അത് നമുക്ക് സന്തോഷകരമായി ഉപയോഗിക്കാൻ അതിന് നമുക്ക് സാധിക്കണം. ഓ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മുടെ നാട്ടിൽ കഴിഞ്ഞുപോയ ഒട്ടേറെ മഹാന്മാരുണ്ട്. ബഹുമാനപ്പെട്ട ഉമർ ഖാദി തങ്ങളെ എടുത്തു നോക്കിയാലും, മമ്പറം തങ്ങളെ എടുത്തു നോക്കിയാലും, അതേപോലെ തന്നെ ഒട്ടേറെ ആത്മീയ ഗുരുക്കളുടെ ചരിത്രത്തിലേക്ക് നാം കടന്നാലും, സ്വഹാബാക്കളുടെ ചരിത്രം വായിച്ചാലും എല്ലാം നമുക്ക് നൽകുന്നത് എന്താണ്? മഹാന്മാരുടെ ജീവിതം നമുക്ക് നൽകുന്നത് ആ ത്യാഗപൂർണമായിരിക്കുന്ന യൗവനമാണ്.
അള്ളാഹുവിന്റെ അർശ് കിടുകിടെ വിറച്ചു എന്ന് പറയുന്ന ഒരു സംഭവം ഒരു സ്വഹാബിയുടെ മരണവാർത്തയിൽ കാണാം. എന്താണ് ആ മരണവാർത്തയിൽ കാണുന്നത്? സ്വഹാബിയുടെ മരണവാർത്ത കേട്ടിട്ട് അള്ളാഹുവിന്റെ അർശ് വിറച്ചുപോയി. അൽഹംദുലില്ലാഹ്. അബ്ദുൽ വഹാബ് സഖാഫി മമ്പാട് അദ്ദേഹം നമ്മോട് സംസാരിക്കുന്നതിന് വേണ്ടി എത്തി. ഞാനും മഗ്‌രിബിന്റെ മുമ്പ് നിർത്താൻ വേണ്ടി വിചാരിച്ചത്. പിന്നെ അയാളെ കാണാത്തത് കൊണ്ട് അങ്ങനെ അദ്ദേഹത്തോട് മഗ്‌രിബിന്റെ ശേഷമല്ലേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഞാൻ നിർത്തുന്നു. നിങ്ങൾക്ക് പറയുന്ന കാര്യങ്ങൾ ഞാൻ മർക്കസ് എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കത് കാണാൻ പറ്റൂല. ഞാൻ അവിടെ എത്രയായിരം കുട്ടികൾ പഠിക്കുന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. കാശ്മീർ മുതൽ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്നും ഒട്ടേറെ സംസ്ഥാനങ്ങളിൽ നിന്ന് കുട്ടികൾ അവിടെ പഠിക്കുന്നു. പല സംസ്ഥാനങ്ങളിൽ നിന്നും കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. അവിടെ ഈ അന്യ സംസ്ഥാന കുട്ടികളെ കൊണ്ടുവരുന്നു എന്ന വാദകോലാഹലങ്ങളും കുഴപ്പങ്ങളും കലഹങ്ങളും വാർത്തകളും ബാക്കിയൊക്കെ സൃഷ്ടിച്ചപ്പോഴും മർക്കസിൽ 1600-700 കുട്ടികൾ അന്യ സംസ്ഥാന കുട്ടികൾ പഠിക്കുന്നുണ്ട്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത് 6.5 വർഷം മാത്രം ജീവിച്ചിരിക്കുന്ന ഒരു സ്വഹാബിയാണ് സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു. ആ സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ ജന്നത്തുൽ ബഖീഅ ഖബർസ്ഥാനിൽ ആ ജനാസ മറവ് ചെയ്യുന്നതിന് വേണ്ടി മണ്ണിങ്ങനെ വാരിക്കൊണ്ടിരിക്കുമ്പോൾ ആ മണ്ണിന് കസ്തൂരിയുടെ വാസന വരികയാണ്. ആ മണ്ണിന് കസ്തൂരിയുടെ വാസന വരികയാണ്. ബഹുമാനപ്പെട്ട സ്വഹാബ, ഖബർ കുഴിക്കുന്ന സ്വഹാബാക്കൾ വന്നിട്ട് മുത്തുനബിയോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ജന്നത്തുൽ ബഖീഅയിൽ സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ കുഴിക്കുമ്പോൾ ആ ജനാസയ്ക്ക് വേണ്ടി മണ്ണെടുക്കുമ്പോൾ മണ്ണിന് കസ്തൂരിയുടെ വാസന വരുന്നു നബിയേ. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത് എന്താണ്? സഅദ് റളിയല്ലാഹുവിന്റെ ജനാസ വെക്കുന്ന സ്ഥലത്തേക്ക് സ്വർഗത്തിന്റെ വാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. സ്വർഗീയ വാതിൽ തുറക്കപ്പെട്ടു. ജനാസ അവിടേക്ക് വരുന്നതിന് മുമ്പ് തന്നെ അവിടേക്ക് സ്വർഗവാതിൽ തുറക്കപ്പെട്ടിട്ടുണ്ട്. ഓ പ്രിയപ്പെട്ടവരെ, അതാണ് സമർപ്പിത യൗവനം. ആ സമർപ്പിത യൗവനത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മുടെ പ്രസ്ഥാനത്തെ, നമ്മുടെ ആശയത്തെ, നമ്മുടെ സംഘടനയെ, നമ്മുടെ കുടുംബത്തെ എല്ലാം കെട്ടിപ്പടുക്കാൻ സർവശക്തനായ അല്ലാഹു നമുക്ക് അനുഗ്രഹം ചൊരിയുമാറാവട്ടെ. അല്ലാഹുവേ, കൈനാട്ടിയിലെ അബ്ദുറഹ്മാൻ ഹാജി ഉൾപ്പെടെ ഒട്ടേറെ സ്നേഹജനങ്ങൾ, സഹോദരിമാരും സഹോദരന്മാരും എല്ലാം ഞങ്ങളെ വിട്ടുപിരിഞ്ഞവരുണ്ട്. അവരുടെ പാരത്രിക ജീവിതം നീ സന്തോഷകരമാക്കണേ അല്ലാഹുവേ. ഞങ്ങളെ എല്ലാം ആ ഖബറിൽ പോയി കിടക്കുമ്പോൾ ഞങ്ങളെ ഓർത്ത് ദുആ ചെയ്യുന്ന മുഅ്മിനീങ്ങളായ കൂട്ടുകാരെ നീ നിലനിർത്തണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ വഅദ്ഖിൽനൽ ജന്നത മഅൽ അബ്റാർ യാ അസീസ് യാ ഗഫാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അബ്ദുൽ വഹാബ് സഖാഫി